വാർത്തകൾ തുടരുന്നു. കുട്ടികളിൽ കാരുണ്യം വളർത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തി കൂരിക്കുഴി GLP സ്കൂളിൽ നിർധനർക്ക് വേണ്ടി ഇഫ്താർ കിറ്റ് വിതരണം നടത്തി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. ഇത് നിലനിന്ന് പോകണമെന്നും ഇവിടുത്തെ കുട്ടികൾക്ക് ഏറ്റവും അടുത്ത സ്കൂളിൽ പോയിട്ട് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വേണം. അത് അകലെ പോയി പഠിക്കാനോ അല്ലെങ്കിൽ അവിടെ കുറെ ബുദ്ധിമുട്ടി കുട്ടികൾ അകലേക്ക് പോകാതിരിക്കാനും ഈ സ്കൂൾ നിലനിർത്തുന്നതിനും വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമം ടീച്ചറുടെ ഭാഗത്തു നിന്നായാലും PTA പ്രസിഡന്റ് ആയാലും പലപ്പോഴും പഞ്ചായത്തിന്റെ അടുത്ത് വന്നും പരാതികളും അവർ വിഷമം കൊണ്ട് ചിലപ്പോൾ പലപ്പോഴും വല്ലാതെ വിഷമിച്ചോട്ടുള്ള പരാതികളും ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്നും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നമുക്ക് തീർച്ചയായിട്ടും സ്കൂളിനെ കെട്ടിപ്പൊക്കുമ്പോൾ ഉയർത്തി കൊണ്ടുവരണം എന്നുള്ളത് പഞ്ചായത്തിന്റെ കൂടി ആവശ്യമായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ സഹകരണങ്ങളും അതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയിട്ട് നമ്മുടെ സ്കൂൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കണം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണം. 2ാം വാർഡ് മെമ്പർ പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. മതിലകം BPO CA രഞ്ജിത്ത്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജാൻസി റാഫേൽ, സുധാംശു മാസ്റ്റർ, PTA പ്രസിഡന്റ് ഷമീറ ഇസ്മായിൽ, SMC കൺവീനർ തങ്കപ്പൻ, യതീഷ് ബാബു, ഫാൽക്കൺ ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുറഹിമാൻ, അസീസ് സാഹിബ്, ഹമീദ് മാസ്റ്റർ, പുഷ്കല, ഖദീജ BV MA എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ CPM ലോക്കൽ കമ്മിറ്റി ഓഫീസ് തീവെച്ച് നശിപ്പിച്ചു. എടവിലങ്ങ് ചന്തയിലുള്ള പാർട്ടി ഓഫീസിന് നേരെയാണ് ബുധനാഴ്ച രാത്രിയിൽ ആക്രമണം ഉണ്ടായത്. തുറന്നു കിടന്നിരുന്ന ജനൽ വഴി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നുവെന്ന് സംശയിക്കുന്നു. തീപിടുത്തത്തിൽ ഓഫീസിനകത്തെ TV, അലമാര, കസേരകൾ തുടങ്ങിയവ കത്തി നശിച്ചു. രാവിലെ നാട്ടുകാരാണ് സംഭവം കണ്ടത്. കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അഴീക്കോട് മുനമ്പം ഫെറിയിലെ യാത്രാക്ലേശം പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് അംഗം എന്നിവരുടെ കോലങ്ങൾ പുഴയിലേക്ക് ഒഴുക്കി. മേനോൻ ബസാറിൽ നിന്നും ആരംഭിച്ച പ്രകടനം അഴീക്കോട് ജെട്ടിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് KS ഷൈജു ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി അനീഷ് പോണത്ത് അധ്യക്ഷത വഹിച്ചു. BJP മണ്ഡലം പ്രസിഡന്റ് പോണത്ത് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് AR ശ്രീകുമാർ, യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് MP പ്രശാന്ത്, അജേഷ് കക്കറ തുടങ്ങിയവർ സംസാരിച്ചു. ചന്ദ്രാപിന്നിയിൽ ഫ്രൂട്ട്സ് കടയിൽ മോഷണം. ദേശീയപാതയോരത്ത് ചന്ദ്രാപിന്നി സെന്ററിൽ ഫ്രൂട്ട്സ് കടയിൽ മോഷണം. കച്ചവടത്തിരക്കിനിടെ സാധനം വാങ്ങാനെത്തിയ ആൾ മേശവലിപ്പിൽ നിന്നും പണമെടുത്ത് കടന്നു കളഞ്ഞു. ചന്ദ്രാപിന്നിയിലെ പൂപ്പീസ് എന്ന കടയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. മേശവലിപ്പിലുണ്ടായിരുന്ന 10,000-ഓളം രൂപയാണ് നഷ്ടപ്പെട്ടത്. പണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് കടയുടമ വിഷ്ണു തൊട്ടടുത്ത ജ്വല്ലറിയുടെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മോഷണമാണെന്ന് മനസ്സിലായത്. പരിചയമില്ലാത്ത ഒരാൾ കടയിലേക്ക് കയറി വരുന്നതും സാധനങ്ങൾ ആവശ്യപ്പെടുന്നതും ഇതിനിടെ ഇയാൾ കടയ്ക്കകത്ത് കയറി വലിപ്പിൽ നിന്നും പണമെടുത്ത് ഷർട്ടിനുള്ളിൽ ഇടുന്നതും CCTV ദൃശ്യങ്ങളിൽ ഉണ്ട്. വിഷ്ണുവിന്റെ പിതാവ് മാത്രമേ കടയിൽ ഉണ്ടായിരുന്നുള്ളൂ. തിരക്കിനിടയിൽ പിതാവിന് മോഷണം ശ്രദ്ധിക്കാനായില്ല. പണം കയ്യിലാക്കിയ ശേഷം സാധനങ്ങളെല്ലാം പൊതിഞ്ഞു വയ്ക്കണമെന്നും താൻ ഉടൻ മടങ്ങി വരാമെന്നും പറഞ്ഞ് മോഷ്ടാവ് കടയിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. CCTVയിലെ വീഡിയോ ക്ലിപ്പുകൾ സഹിതം വിഷ്ണു മതിലകം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ ഉപജില്ലാതല വാർത്താ വായനാ മത്സരം കൊടുങ്ങല്ലൂർ ഉപജില്ലാ ഓഫീസ് ഹാളിൽ നടന്നു. VR രഞ്ജിത്ത് മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് PACD മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നവാസ് പടവിങ്ങൽ, EK സോമൻ മാസ്റ്റർ, ഉപജില്ലാ സോഷ്യൽ സയൻസ് കൺവീനർ CV സ്വപ്ന, തിയോഫിൻ, P നന്ദകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. മത്സരത്തിൽ ശൃംഗപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ VN അമീന 1ാം സ്ഥാനവും, കോട്ടപ്പുറം സെന്റ് ആൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലക്ഷ്മി സജീവ് 2ാം സ്ഥാനവും, അഴീക്കോട് സീതി സാഹിബ് മെമ്മോറിയൽ ഹൈസ്കൂളിലെ CN റഹ്മത്ത്, കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ MS അഞ്ജു എന്നിവർ 3ാം സ്ഥാനങ്ങളും കരസ്ഥമാക്കി. പെരിഞ്ഞനത്ത് അധ്യാപികയെയും മകനെയും വീട്ടിൽ കയറി ആക്രമിച്ച കേസിൽ പ്രതികളായ 4 പേരെ കോടതി റിമാൻഡ് ചെയ്തു. പെരിഞ്ഞനം സ്വദേശികളായ നെല്ലിക്കത്തറ ഷിജിൻ, മുളങ്ങിൽ ആദർശ്, കൂട്ടാല ജയപ്രസാദ്,
പച്ചാമ്പുള്ളി വിനീത് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ കോടതി റിമാൻഡ് ചെയ്തത്. ജൂൺ 9 കേസിനാസ്പദമായ സംഭവം. പ്രതികളിൽ ചിലർ വിപിന്റെ സഹോദരി സ്കൂളിൽ നിന്നും വരുന്ന വഴി ശല്യം ചെയ്തത് വിപിൻ ഷിജിന്റെ പിതാവിനെ അറിയിച്ചിരുന്നു. ഇതിന്റെ പ്രതികാരം തീർക്കാനാണ് ഇവർ സംഘം ചേർന്ന് വീട്ടിൽ കയറി കുടുംബത്തെ ആക്രമിച്ചത്. സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന പ്രതികൾ മുൻകൂർ ജാമ്യത്തിനായി സെഷൻസ് കോടതിയെയും ഹൈക്കോടതിയെയും സമീപിച്ചെങ്കിലും ജാമ്യം ലഭിച്ചില്ല. തുടർന്ന് കൊടുങ്ങല്ലൂർ കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു. എടത്തിരുത്തി സർവീസ് സഹകരണ സംഘം തെരഞ്ഞെടുപ്പ് ജൂലൈ 28 നടത്തുന്നത് മാറ്റിവെക്കാൻ ഹൈക്കോടതി ഉത്തരവ്. ജൂലൈ 28 പെരുന്നാൾ ദിവസമാണെന്ന് കാണിച്ച് യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി PA ഷാനു നൽകിയ ഹർജി പരിഗണിച്ചാണ് തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കാൻ സംസ്ഥാന സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബന്ധപ്പെട്ട വകുപ്പുകൾക്കും ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. തിരഞ്ഞെടുപ്പ് പെരുന്നാൾ ദിവസത്തിലാക്കിയതിൽ നേരത്തെ തന്നെ പ്രതിഷേധം ഉയർന്നിരുന്നു. തിരഞ്ഞെടുപ്പ് തീയതി മാറ്റണമെന്നാവശ്യപ്പെട്ട് ബാങ്കിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ സമരം നടത്തിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. മനസ്സുകളിൽ രാമമന്ത്രധ്വനികളും ചുണ്ടിൽ രാമായണശീലുകളുമായി കർക്കിടകം പുലർന്നു. ഇനി രാമായണ മാസക്കാലം. കൊടുങ്ങല്ലൂർ ഇടവിലങ്ങിൽ CPM ലോക്കൽ കമ്മിറ്റി ഓഫീസ് തീവെച്ച് നശിപ്പിച്ചു. ദേശീയപാതയോരത്ത് ചന്ദ്രാപിന്നി സെന്ററിൽ ഫ്രൂട്ട്സ് കടയിൽ മോഷണം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.